ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൈക്കോളജി ക്ലാസ് തുടങ്ങാൻ പോവാണ്. സൈക്കോളജിയിലെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഇന്ന് മുതൽ എല്ലാ ദിവസവും സൈക്കോളജി ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് കോഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. കേട്ടിട്ട് എഴുതുന്നവർക്ക് സൈക്കോളജി 30 മാർക്കിലാണ്. ഇത് മാത്രം പഠിച്ചാൽ തന്നെ 30-ൽ 27, 28 മാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റും. സൈക്കോളജിയിലായിരുന്നു എനിക്ക് കേട്ടിട്ട് നല്ല മാർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് സൈക്കോളജി എന്ന വാക്ക് ഏതൊക്കെ പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് നോക്കാം. സൈക്കി, ലോഗോസ് എന്നീ 2 ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സൈക്കോളജി എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഗ്രീക്ക് വേർഡാണ് കേട്ടോ, ഗ്രീക്ക് വേർഡ്. അപ്പോൾ സൈക്കി എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അഥവാ സയൻസ്. സൈക്കി ആത്മാവ്, ലോഗോസ് ശാസ്ത്രം, സയൻസ്. അപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം. ആദ്യമായിട്ട് സൈക്കോളജി എന്ന പദം കൊണ്ടുവന്നത് റുഡോൾഫ് ഗോയിക്കിൾ. ഇനി നമുക്ക് നോക്കാം. മനുഷ്യൻ്റെ മാനസികമായ ജീവിതത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി. മനുഷ്യൻ്റെ മാനസികമായ ജീവിതത്തെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എക്സാമിന് ചോദിച്ചതാണ്. മനുഷ്യൻ്റെ മാനസികമായ ജീവിതത്തെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. അപ്പം നമ്മൾ 2 ഡെഫിനിഷൻ പഠിച്ചു. ആത്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. മനുഷ്യൻ്റെ മാനസികമായ ജീവിതത്തെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. ഇനി നമുക്ക് ഓരോരുത്തരും പറഞ്ഞത് നോക്കാം. ആത്മാവിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ. മനസ്സിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് കാന്റ്, വാലന്റൈൻ. ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് വില്യം വൂണ്ട്, വില്യം ജെയിംസ്. വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് ജെ.ബി. വാട്സൺ. ആത്മാവ് അരിസ്റ്റോട്ടിൽ. മനസ്സ് എന്ന് പറയുമ്പോൾ എന്താ? വാലന്റൈൻസ് ഡേ ഓർക്കുക, പരസ്പര സ്നേഹം. വാലന്റൈൻസ് ഡേ. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, ക്യാൻഡ്, വാലന്റൈൻ. ബോധമണ്ഡലം 2 ഭാഗമുണ്ട്, അപ്പോൾ 2 ഒരുപോലെ വരുന്നത് വില്യം വൂണ്ട്, വില്യം ജെയിംസ്. വ്യവഹാരം വാട്സൺ. മനഃശാസ്ത്രത്തിന് ആദ്യം അതിൻ്റെ ആത്മാവ് നഷ്ടമായി, പിന്നീട് മനസ്സ് നഷ്ടമായി, അതിനുശേഷം ബോധവും നഷ്ടമായി. ഇപ്പോൾ ഏതോ തരത്തിലുള്ള ഒരു വ്യവഹാരം മാത്രം ബാക്കിയുണ്ട്. അങ്ങനെ പറഞ്ഞതാരാ? R.S. വുഡ്വർത്ത്. അതായത് ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? ആത്മാവ് അരിസ്റ്റോട്ടിൽ, പിന്നെ മനസ്സ് കാന്റ്, വാലന്റൈൻ, പിന്നെ ബോധമണ്ഡലം, വ്യവഹാരം. അപ്പോൾ ആ ഓർഡറിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മനഃശാസ്ത്രത്തിന് ആദ്യം അതിൻ്റെ ആത്മാവ് നഷ്ടമായി, പിന്നീട് മനസ്സ് നഷ്ടമായി, ബോധവും നഷ്ടമായി, ഇപ്പോൾ ഏതോ തരത്തിലുള്ള ഒരു വ്യവഹാരം മാത്രം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞത് R.S. വുഡ്വർത്ത്. റോബർട്ട് എസ് വുഡ്വർത്ത് ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് കണ്ടംപററി സ്കൂൾ ഓഫ് സൈക്കോളജി. എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളൂ. സൈക്കോളജീൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ സൈക്കോളജിയിലെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. ഓരോ ദിവസത്തെ അന്ന് തന്നെ നോട്ട്സ് എഴുതി പഠിച്ചിട്ട് പോവുക. ലാസ്റ്റ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ മറ്റുള്ള സബ്ജക്ട്സായ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സയൻസ് എന്നിവയുടെ വീഡിയോസൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.